സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ മരണം പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോടാലി സ്വദേശി സിൽജോയുടെ മകൻ അൽജോ ആണ് മരിച്ചത്. കിളിമാനൂരിൽ വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച് പാമ്പുകടിയേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാരേറ്റ് പേടികുളം സ്വദേശി സുധർമ്മയാണ് മരിച്ചത്. വയനാട്ടിൽ വീട്ടുപറമ്പിൽ മൂർഖൻ പാമ്പിനെയും 28 കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. കോടാലി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലായിരുന്നു സംസ്കാരം. കുട്ടിയുടെ മരണത്തിന് പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കിടക്കയിൽ തലയണക്കടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ദേഹത്ത് പാമ്പ് കടിയേറ്റ അടയാളവും കണ്ടെത്തിയിരുന്നു. പാമ്പ് കടിയേറ്റ സഹോദരൻ ആനോഷ് ആശുപത്രിയിൽ തുടരുകയാണ്. അതേസമയം കിളിമാനൂരിൽ വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച് പാമ്പ് കടിയേറ്റ വീട്ടമ്മ മരിച്ചു. പേടികുളം സ്വദേശി 75 വയസ്സുള്ള സുധർമ്മയാണ് മരിച്ചത്. വലതുകാലിനാണ് കടിയേറ്റത്. രാവിലെ കിണറിന് സമീപം വെച്ചാണ് പാമ്പ് കടിയേറ്റത്. ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടിച്ച പാമ്പ് ഏതിനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അതേസമയം വയനാട്ടിലെ വീട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെയും 28 കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. വയനാട് പയ്യമ്പള്ളി പടമല പൂവത്തിങ്കൽ ടോമിയുടെ പറമ്പിലാണ് മൂർഖൻ പാമ്പിനെയും 28 പാമ്പിൻ കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത്. പ്രാദേശിക പാമ്പ് പിടുത്തക്കാർ എത്തിയാണ് മുഴുവൻ പാമ്പുകളെയും പിടികൂടിയത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.